ഹോബിട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യുന്നത് പലപ്പോഴും നമ്മുടെ വീടുകളിലേക്ക് ഏതെങ്കിലും ഒരു ബട്ടൺ വർക്ക് ചെയ്യാത്ത സാഹചര്യത്തിൽ നമുക്ക് റിമോട്ട് മാറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയൊരു സാഹചര്യത്തിൽ എങ്ങനെയാണ് നമുക്ക് ആ റിമോട്ട് റിപ്പയർ ചെയ്തെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇപ്പോൾ എൻ്റെ കയ്യിരിക്കുന്ന ഈ റിമോട്ടിൽ പവർ ബട്ടൺ ഒഴികെ ബാക്കി എല്ലാ ബട്ടണും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ റിമോട്ട് ഈസി ആയിട്ട് റിപ്പയർ ചെയ്തെടുക്കാം എന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതേപോലെ ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയേക്കുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ റിമോട്ടിൻ്റെ ബാറ്ററിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. ഓക്കെ, അതോടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിൻ്റെ കവർ ഓപ്പൺ ചെയ്യണം. അതിനായിട്ട് ഇതേപോലെ ചെറിയൊരു ഫ്ലാറ്റ് സർഫസ് ഉള്ള ഒരു സ്ക്രൂ ഡ്രൈവർ വേണം. അപ്പോൾ അതുപയോഗിച്ചിട്ട് ഇതിൽ സ്ക്രൂ ഇല്ല, ഇത് പ്രസ് ലോക്കാണ്. അപ്പോൾ ഇതിങ്ങനെ ഇതിൻ്റെ ആ ഗ്യാപ്പ് വരുന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് അകത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഈസി ആയിട്ട് ഊരിപ്പോരുന്നതാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ഈ ഒരു പ്രോസസ്സ് ചെയ്യാനായിട്ട്. നമ്മുടെ കൈയും ശ്രദ്ധിക്കണം, അതേപോലെ തന്നെ റിമോട്ടിൻ്റെ കവർ ഡാമേജ് ആകാതെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ഇപ്പോൾ ഇതേ നമ്മുടെ ടോപ്പ് കവറും ബോട്ടം കവറും സെപ്പറേറ്റ് ആയി. അപ്പോൾ നമുക്ക് റിമോട്ടിനകത്തെ PCB ഒക്കെ കാണാവുന്നതാണ്. അതിനുശേഷം ഈ ബാറ്ററി ഇടുന്ന ആ ഒരു 2 ടെർമിനലിൽ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ആ PCB അതിനകത്തുനിന്ന് ഇങ്ങോട്ട് ഊരി വരും. ഓക്കെ, ഇതാണ് നമ്മുടെ റിമോട്ടിൻ്റെ മെയിൻ PCB. അതേപോലെ തന്നെ നമ്മൾ പ്രസ് ചെയ്യുന്ന റബ്ബറിൻ്റെ എൻവലപ്പാണിത്. ഇതിൽ നിറയെ പൊടിയാണ്. നമ്മൾ അഴിച്ച സ്ഥിതിക്ക് നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പം ഞാനത് അത്യാവശ്യം നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് റിമോട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പം നമ്മുടെ റിമോട്ടിൻ്റെ PCBയിലോട്ട് നോക്കുമ്പോഴത്തേക്കും നമ്മൾ പ്രസ് ചെയ്യുന്ന ഓരോ ബട്ടൻ്റെ ഇവിടെയും പരസ്പരം ടച്ച് ചെയ്യാത്ത 2 ലൈൻ കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാം. താഴത്തും ഒരു ലൈനുണ്ട്, അതേപോലെ തന്നെ മുകളിൽ ഒരു ലൈനുണ്ട്. ശരിക്കും നമ്മൾ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഈ 2 ലൈൻ തമ്മിൽ ഷോർട്ട് ആകുമ്പോഴത്തേക്കുമാണ് റിമോട്ടിൽ ആ ഒരു ബട്ടൻ്റെ സ്കാനിങ് നടക്കുകയും അത് റിസീവറിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ത്രൂ ഔട്ട് നമ്മൾ നോക്കുമ്പോൾ ഇതേപോലെ തന്നെയാണ് റിമോട്ടിൽ കാണുന്നത്. അപ്പോൾ ആ ഒരു കണക്ഷൻ ശരിയാകാനായിട്ട് റിമോട്ടിൻ്റെ PCBയെ സഹായിക്കുന്ന ഇതേപോലെ നമ്മൾ പ്രസ് ചെയ്യുന്ന റബ്ബർ എൻവലപ്പിൻ്റെ ബാക്ക് സൈഡിലുള്ള കാർബണിൻ്റെ ഒരു കോട്ടിംഗ് ഉണ്ട്. ആ ഒരു കോട്ടിംഗാണ് ഇതിനെ സഹായിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗം വരുന്ന ബട്ടൻ്റെ കാർബൺ കോട്ടിങ് പോകുന്നത് കൊണ്ടാണ് ചില ബട്ടൺ റിമോട്ടിൽ വർക്ക് ചെയ്യാതെ വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നം എങ്ങനെ നമുക്ക് പരിഹരിക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു റൂൾ പെൻസിൽ മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, റൂൾ പെൻസിലിൻ്റെ അകത്തുള്ള നമ്മൾ വരയ്ക്കാനും എഴുതാനും ഉപയോഗിക്കുന്ന ആ ഒരു ഭാഗം നല്ലൊരു കണ്ടക്ടർ കൂടിയാണ്. അപ്പോൾ നമുക്ക് പെൻസിലൊന്ന് കൂർപ്പിച്ചെടുത്തിട്ട് അതിൻ്റെ തരി ഏതെങ്കിലും ഒരു സർഫസിൽ അല്പം ചിരണ്ടിയിടാം.
ഓക്കെ, ഞാൻ ഇവിടെ അല്പം ചിരണ്ടിയിട്ടിട്ടുണ്ട്. അതിനുശേഷം ഇതേപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും ഒരു പീസ് എടുക്കുക. അതിലേക്കായി ഒരല്പം ഫ്ലെക്സ് ക്വിക്കിൻ്റെ ഒരു ഡ്രോപ്പ് ഇടുക. അതിനുശേഷം ഇതേപോലെ നമ്മുടെ ഏത് കീ ആണോ വർക്ക് ചെയ്യാത്തത് ആ കീയുടെ ബാക്ക് സൈഡിലായി നമുക്ക് ഫ്ലെക്സ് ക്വിക്കിൻ്റെ പശ അല്പം കോട്ട് ചെയ്യാം. അപ്പോൾ ഈ പശ ഇടുമ്പോൾ ശ്രദ്ധിക്കണം, ആ പ്രസ് ചെയ്യുന്ന ഭാഗത്ത് മുഴുവായി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ബട്ടൺ പ്രസ്സാകാതെ വരും. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം നിങ്ങൾ പശ ഇടാനായിട്ട്. അതിനുശേഷം നമ്മൾ ആ ചിരണ്ടി വെച്ചിരിക്കുന്ന ആ പെൻസിലിൻ്റെ ഭാഗത്തോട്ട് ആ റിമോട്ടിൻ്റെ ആ ഒരു ബട്ടൺ വെച്ചിട്ട് നല്ലപോലെ പ്രസ് ചെയ്യുക. അതിനുശേഷം ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് എക്സസ് ആയിട്ടുള്ള പശയും അതേപോലെ തന്നെ ആ പെൻസിലിൻ്റെ ആ ഒരു മെറ്റീരിയലും കണ്ടക്ടർ മെറ്റീരിയലും ക്ലീൻ ചെയ്ത് കളയുക. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം ഇത് നമുക്ക് പഴയ രീതിയിലോട്ട് അസംബിൾ ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമ്മൾ എങ്ങനെയാണോ ആ PCB ഊരിയെടുത്തത് അതേപോലെ തിരിച്ച് സെറ്റ് ചെയ്യുക. അതിനുശേഷം ആ ബട്ടൻ്റെ അതാത് പ്ലേസ് കറക്റ്റായി വരുന്ന രീതിയിൽ വെച്ചിട്ട് അത് ക്ലോസ് ചെയ്യുക. ഓക്കെ, നമ്മുടെ റിമോട്ടിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ച് ബാറ്ററി അതേപോലെ സെറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ റിമോട്ടിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞു. അടുത്തതായിട്ട് നമുക്കിനി ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ലൈറ്റൊന്ന് ഓഫ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ റിമോട്ടിൻ്റെ IR LED ബ്രൈറ്റ്നസ് കറക്റ്റായിട്ട് ക്യാമറയിൽ കാണുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ശരിയാക്കിയ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനിവിടെ പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം IR LED ഇവിടെ തെളിയുന്നത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അപ്പോൾ നമ്മുടെ വർക്ക് സക്സസ് ആണ്. അപ്പോൾ ഇനി വില കൂടിയ റിമോട്ടൊക്കെ ഇതേപോലെ കംപ്ലൈൻറ്റ് വരുമ്പോൾ കളയുന്നതിന് മുമ്പ് ഈ ഒരു ട്രിക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ ഇതേപോലെ നല്ല നല്ല അറിവുകൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.